ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 പിക്ചേഴ്സ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേയുടെ എനർജി എന്താണെന്ന്. പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ നവംബർ 27th വെനസ്ഡേയുടെ എനർജി എന്താണ്? പായൽ നമ്പർ 1. ഓക്കെ, ഇവിടെ 3 കാർഡ് വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി സ്പിരിച്വൽ എനർജി, ഒത്തിരി സത്യം, ട്രൂത്ത് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ട്, ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഹാർട്ട് സ്പേസിലൊരു ഹീലിംഗ് ആണ്. മാനസികമായിട്ട് വൈകാരികമായിട്ടുള്ള എനർജിയിലൊരു ബാലൻസ്, ഒരു കുറച്ചും കൂടെ റൂട്ടഡ് ആയിട്ടിരിക്കാനായിട്ട്, കുറച്ചും കൂടെ ആ ഒരു ഇമോഷണൽ എനർജി നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ആ ഒരു ബ്ലെസ്സിങ് കുറച്ച് പേരുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു എനർജിയാണ് ഓവറോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സ്പേസിലിരിക്കാനായിട്ട്, നിങ്ങളുടേതായിട്ടുള്ള ലൈറ്റ് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർ എന്തെങ്കിലുമൊക്കെ ലൈറ്റ് വർക്കിംഗ് എനർജി, അതായത് നിങ്ങളുടെ പ്രകാശം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന ആ ഒരു എനർജിയിലിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സണ്ണിൻ്റെ എനർജി വന്നിട്ട് ഇവിടെ നമുക്ക് സണ്ണിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി പോസിറ്റിവിറ്റി, ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം വരുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ലൈഫിൽ തന്നെയായിരിക്കാം, നിങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഹീലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒത്തിരി പോസിറ്റിവിറ്റി വരുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാറ്റ്ലർ, ഡെവിൽ ആൻഡ് 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. ടെംപ്റ്റേഷൻസ് അല്ലെങ്കിൽ പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങളുടെ അടിത്തറ, നിങ്ങളുടെ സെക്യൂരിറ്റി, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊന്ന് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ സുരക്ഷിതത്വം, കുറച്ച് പേർക്ക് ബാങ്കിങ് ആയിരിക്കാം, മണി ഫിനാൻസ് ആയിട്ടുള്ള ആ ഒരു ട്രാൻസാക്ഷൻ ആയിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ വെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. പ്രലോഭനങ്ങൾ, അത് കുറച്ചൊന്ന് കെയർഫുള്ളാകുക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ തന്നെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള എനർജി ആയിരിക്കാം, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ഈഗോ വർക്ക് ചെയ്യുന്നതായിരിക്കും. അതും കുറച്ചൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു ദിവസം വന്നിട്ട്. അപ്പോൾ നിങ്ങളുടെ ഹാർട്ട് സ്പേസ് പോസിറ്റീവായിട്ട് നിർത്താനായിട്ട് ശ്രമിക്കുക. അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്, പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒത്തിരി സൺലൈറ്റിൻ്റെ എനർജി, കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ വെനസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേയുടെ എനർജി എന്താണ്. നവംബർ 27th വെനസ്ഡേയുടെ എനർജി എന്താണ്? പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് താങ്ക് യു. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, ഫാദറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു. കുറച്ച് പേർക്കിത് ആൻസിസ്ട്രൽ ബ്ലെസ്സിങ് ആയിരിക്കും. പൂർവിക സ്വത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൽ നിന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 2 8 വന്നിട്ടുണ്ട്. ഓക്കെ,
8 എനർജി. കുറച്ച് പേർക്ക് ഇവിടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പോർട്ടൽ, എന്തെങ്കിലുമൊക്കെ എനർജി ഓപ്പൺ ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി നിങ്ങൾ വിറ്റിട്ട് പോസിറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ ജോബ് കരിയറിൽ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത എന്തെങ്കിലും എനർജീസ് എൻഡ് ചെയ്തിട്ട് പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ ജോലിയിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ന്യൂ ബിഗിനിങ് വരുന്നതായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻസ് വരുന്നുണ്ടാകാം. നിങ്ങൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ സണ്ണിൻ്റെ എനർജി കാണുന്നുണ്ട്, ഇവിടെയും സണ്ണിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ലൈറ്റ്, ഒത്തിരി പ്രകാശം, ഒത്തിരി പോസിറ്റീവ് എനർജി ഓവറോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ലെഗസി, എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, കാര്യങ്ങൾ സൃഷ്ടിക്കാനായിട്ട്, ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു എനർജിയിലായിരിക്കാം. അതും നിങ്ങളെ ഒത്തിരി പോസിറ്റീവായിട്ട് നിർത്തുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഫാമിലി ബിസിനസ്, ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് നയിക്കുന്ന ഒരു എനർജിയും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 10 ഓഫ് സോഡ്സിൻ്റെ എനർജി, പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് പഠന വിഷയങ്ങളിൽ കുറച്ചും കൂടെ കെയർഫുള്ളാകുക, എന്തെങ്കിലുമൊക്കെ കോൺട്രാക്ട്സ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വായിക്കാനായിട്ട്, നിയമങ്ങൾ എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങൾ പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുന്നുണ്ട്, എന്തെങ്കിലും പുതിയ കരാറുകൾ ഒപ്പിടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കെയർഫുൾ ആകുക. കാരണം ഇവിടെ ഒരു എംപറർ വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഗവൺമെൻറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, ഓർഗനൈസേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്ട്രോങ് മാസ്കുലിൻ എനർജിയാണ് ഇവിടെ കാണുന്നത്. ആ ഒരു വ്യക്തിയായിട്ടുള്ള ഡീലിങ്സും കുറച്ചും കൂടെ കെയർഫുൾ ആകുക. എന്തെങ്കിലുമൊക്കെ എൻഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് എൻഡ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇവിടെയും എൻഡിങ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ എന്താണോ പഠിക്കേണ്ടത് അത് ഓൾറെഡി നിങ്ങൾ ലേൺ ചെയ്ത് കഴിഞ്ഞു, ലെസൺസ് ഓൾറെഡി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ അവിടെ തന്നെ സ്റ്റക്കായിട്ടിരിക്കാതിരിക്കുക, മുന്നോട്ട് സഞ്ചരിക്കാനായിട്ടാണ് കുറച്ച് പേർക്ക് ഒരു അഡ്വൈസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സൈക്കിൾ ഓൾറെഡി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ന്യൂ എനർജീസ് വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റിലോട്ട് പോകാതിരിക്കുക, മുന്നോട്ട് സഞ്ചരിക്കാനായിട്ടാണ് ഇന്നത്തെ ദിവസം പറയുന്നത്. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ആനിമൽ സ്പിരിറ്റ്സും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എൻകൗണ്ടർ ചെയ്യുന്ന ആനിമൽസ് ആ ഒരു എനർജി കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട്, ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അവർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജസ്, ഗൈഡൻസ് നൽകുന്നതാണ്. അപ്പോൾ ആ ഒരു എനർജി ആയിട്ടും കുറച്ച് പേരോട് കണക്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ വെനസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.